അപ്പൊ ജോത്സരെ, ഈ മേഡം എന്ന് പറഞ്ഞ എന്താ? ഒഴിഞ്ഞു. ഒഴിഞ്ഞോ? ഒഴിഞ്ഞെന്നേ. ഉറപ്പാണോ ജോത്സരെ? കബഡി കള്ളം പറയില്ല, നോക്ക്. ഭഗവാനെ. മേടം, ഇടവം, മിഥുനം, കർക്കടകം, ചിങ്ങം. ചിങ്ങം പൂർണ്ണമായി ഒഴിഞ്ഞു. കാളിയും ഒഴിഞ്ഞു, ചാത്തനും ഒഴിഞ്ഞു. ഉപദേശിയുടെ പ്രാർത്ഥന ബലം ഏതായാലും അച്ചട്ട. സ്ഥലം ക്ലീൻ. ഫാക്ടറി കെട്ടുകയോ വീട് വെക്കുകയോ എന്തു വേണമെങ്കിലും ചെയ്യാം. ഏതായാലും 10-15 കൊല്ലത്തെ കുടിയാന്മാരല്ലേ, അതെ. അവർക്ക് എന്തെങ്കിലും കൊടുത്തേക്കാവുന്നേ. പക്ഷെ അതുകൊണ്ട് മാറുവോ? കാര്യം പണ്ട് നമ്മൾ നോക്കിയപ്പോ ഈ ബാധയും ഗീതയും പുലിവാടെന്നൊക്കെ പറഞ്ഞ് ഞാൻ കൊടുത്തതാ. ഇപ്പൊ കറങ്ങി തിരിഞ്ഞ് അത് കാതലായ സ്ഥലമായി. അതിനൊഴിവ് നോക്ക്. കുംഭം. കുംഭം കൊണ്ട് കാണേണം കാമ്യം കലകം കലക്കം തറ എന്നാണ് പ്രമാണം. കുംഭം അടിക്ക് നല്ല ബെസ്റ്റ് രാശിയാ. ആദ്യേതായാലും നല്ല വാക്ക് പറഞ്ഞു നോക്ക്. അതുകൊണ്ട് മാറുവോ? അടികൊണ്ട് മാറും. മുതലാളിയേ, ചാണ്ടിക്കുഞ്ഞു മുതലാളിയേ, ഇവിടെ ആരുമില്ലേ? ഈ രാഘവ കണിയാരെന്താ മുതലാളി ഇവിടെ? പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത് മുതലാളി. ഹാനാമെള്ളം തലേ വീണ നമുക്കിതൊന്നും പറഞ്ഞിട്ടുള്ളതല്ല മുതലാളി. താൻ തന്റെ പാട് നോക്കണോ. തന്റെ ഉപദേശമൊക്കെ വല്ല കവലയിലും പോയി പറഞ്ഞാ മതി. എടോ 10-15 കൊല്ലം മുമ്പ് ഇങ്ങനെ പ്രശ്നം വെച്ചതുകൊണ്ടാ തനിക്ക് കിടപ്പാടം ഉണ്ടായത്. കടിച്ച പാമ്പിനെ വരുത്തി വിഷമിറക്കണമെന്ന് പറഞ്ഞ പോലെ ഇപ്പൊ അയാൾ തന്നെ പറയുന്നു തന്നെ എവിടുന്ന് ഒഴിപ്പിക്കണമെന്ന്. എവിടുന്ന്? എവിടുന്നോ? ഇപ്പൊ എവിടാ കിടക്കുന്നേ? അതങ്ങ് മറന്നുപോയോ ഉപദേശി? മുതലാളി, ഒഴിയത്തില്ലാന്ന് ഞാൻ പറഞ്ഞില്ല. എന്നാലും പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോ. താൻ കുടിയുടെ അവകാശം ഒന്നും ചോദിക്കണ്ട. കുറച്ചുകൂടെ തെക്കോട്ടോ വടക്കോട്ടോ മാറി 10 സെന്റ് ഭൂമി മേടിക്കേ. അതിന്റെ കാശ് അങ്ങോട്ട് തന്നേക്കാം. അവകാശമായിട്ടൊന്നുമല്ല. ഒന്നുമില്ലെങ്കിലും താൻ ഇത്രയും കാലം അവിടെ കിടന്നതല്ലേ. ഒര കെട്ടാറാകുമ്പോ ഓലയും തരാം. മോൾക്കൊരു കല്യാണമൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക. വീടും കുടിയില്ലാത്തോന്ന് പറയുമ്പോ അത് ശരിയാവൂ? കണിയാര് പറഞ്ഞത് നേരാ കേട്ടോ. ചേടാ, നല്ല വാക്ക് പറഞ്ഞപ്പോ കണ്ടോ എല്ലാം കൂടെ അടിച്ചു പൊളിച്ച് നിരത്തിക്കളെ ഞാൻ. അവന്റെ അമ്മയുടെ ഒരു അടിയും പൊളി. ഇതെന്നത് വെള്ളരിക്കപ്പെട്ടണമാണോ? എന്റെ ഇടത്തുവാ പുണ്യാളച്ചോ, ഈ മനുഷ്യന്റെ മുടിഞ്ഞ കരുനാക്കെടുത്ത് രാവിലെ വളച്ചതേ ഉള്ളൂ. എന്റെ കർത്താവേ, ആ ചാണ്ടിക്കുഞ്ഞ് ഒരുമ്പെട്ടവനെ കാലുപാമ്പ് കടിച്ച് കൊല്ലുവേ. അന്നമ്മേ, എന്റെ അയ്യോ കർത്താവേ, പറയുന്നൊന്ന് കേക്ക്. താനെന്നറിയി പോടോ ഇവിടുന്ന് എന്റെ മനുഷ്യ. കാശിന് കൊള്ളാത്തവൻ. അന്യന്റെ മുതൽ ആഗ്രഹിക്കരുത് കുഞ്ഞെ. ഇയാളിന്ന് എന്റെ വായിന്ന് വല്ലോ കേക്കുവേ. എന്റെ കർത്താവേ, എനിക്ക് കലി വന്നിട്ട് നിക്കാൻ വയ്യേ. ഒന്നിറങ്ങി പോടോ. എടാ ഇറങ്ങി പോടോ പുണ്യാളാ. അമ്മച്ചി, അമ്മച്ചി ഒന്ന് മിണ്ടാതിരിക്കേ. നീ ഒന്ന് മിണ്ടാരിയടി. പെര നിറഞ്ഞ് പ്രായം കഴിഞ്ഞ് നിൽക്കുന്ന ഈ പെങ്കൊച്ചിനെയും പറക്കമുറ്റാത്ത എന്റെ ആന്തരിയം കൊണ്ട് ഞാൻ എങ്ങോട്ട് പോകും എന്റെ കർത്താവേ? എടാ പത്രോസ് കുട്ടിയേ, പറക്കം മുറ്റാത്ത കുഞ്ഞു വരുന്നുണ്ട്. അയ്യോ എന്റെ പൊന്നുമക്കളെ, നീ വന്നോടാ. എല്ലാം പോയടാ. എന്നാ അമ്മേ? എടി കുഞ്ഞുമോളെ, എന്നാ കാര്യം? എല്ലാം പോയടാ മക്കളെ. എനിക്ക് കുറച്ച് പാഷാണം വാങ്ങിച്ചു തായോ, അല്ലെങ്കിൽ ഞാൻ വല്ല ഒതളങ്ങയും തിന്ന് ചാവേ. എടാ നമ്മുടെ വീടും കൂടി എല്ലാം പോയടാ. എല്ലാ കാലുപാടും തട്ടിയെടുത്തു. അയ്യോ എനിക്ക് വയ്യേ എന്റെ കർത്താവേ, എനിക്ക് വയ്യേ. അപ്പനെന്തേടി? അമ്മച്ചിയുടെ ഈ നിലവിളി സഹിക്കഴിഞ്ഞിട്ട് അപ്പൻ എങ്ങാണ്ട് ഇറങ്ങിപ്പോയി. ഇതെന്നാണെന്നൊക്കെ എല്ലാരും ഒന്ന് പൊയ്ക്കേ.
അപ്പാ, അപ്പൻ ഇവിടെ വന്നിരിക്കുന്ന എന്തിനാപ്പാ? ഞാൻ രാവിലെ മുതൽ കരയാകര മുഴുവൻ തേടുകയായിരുന്നില്ലേ? ചെറുപ്പത്തിൽ പട്ടാളത്തിൽ ചേരാൻ പറഞ്ഞ് എന്റെ അപ്പൻ എന്നെ ഒരുപാട് തല്ലിയതാ. മനുഷ്യരെ സ്നേഹിക്കണമെന്നും ദൈവത്തിന്റെ വഴി ഉപദേശിക്കണമെന്നായിരുന്നു എന്റെ മനസ്സിൽ. ഒന്നും നേടിയില്ലെങ്കിലും നിന്റെ അമ്മ പറയുന്നത് പോലെ ഇരുന്നാഴിയരിക്കും അരമുറി തേങ്ങാക്കും വേണ്ടി ഈ തൊഴിലിനിറങ്ങിയതിന് ഇന്നലെ വരെ എനിക്കൊരു മനോവിഷമം തോന്നിയില്ല. ഇന്നിപ്പോ തോന്നുന്നുണ്ട്, എന്റെ കുഞ്ഞുങ്ങൾക്കൊരു കിടപ്പാടം പോലും ഉണ്ടാക്കി കൊടുക്കാൻ എന്നെ കൊണ്ട് സാധിച്ചില്ലല്ലോ എന്ന്. അന്നേ വല്ല പട്ടാളത്തിലും പോയി ചേർന്നിരുന്നെങ്കിൽ ഞാൻ അങ്ങ് ചത്ത് കിട്ടിയാലെങ്കിലും നിങ്ങൾക്ക് ജീവിക്കാനുള്ള വക കിട്ടിയാനെ. അപ്പൻ എന്നാ വർത്തമാനായി പറയുന്നേ? അപ്പം വാ, വീട്ടിലേക്ക് പോ. ഞാനല്ലേ അപ്പ വിളിക്കുന്നേ, വാ. മരങ്ങോടനുണ്ടോടാ ഇവിടെ? എടാ മരങ്ങോടാ. നിന്റെ മറ്റവനാടി മരങ്ങോടൻ പുല്ലേ. ഏത് മറ്റവനാടാ? പുല്ലിന്റെ പുല്ല്. നിന്റെ തമ്പ പുൽപുല്ലേ. നേരം വെളുക്കുമ്പോ തന്നെ ഓരോന്നും അങ്ങോട്ട് ഇറങ്ങി വരും. ഏത് പുല്ലാടി എന്നെ മരങ്ങോടാന്ന് വിളിച്ചേ? അല്ല, ഇതാര്? അന്നെ കുഞ്ഞിച്ചാട്ടത്തിയാ? നീ എന്നതാടാ കൊരങ്ങ രാവിലെ കണ്ണും തിരുമ്മി എഴുന്നേറ്റ് തന്തയ്ക്ക് പറയണേ? അതെ, ഈ ഇടയായിട്ട് ഞാൻ അങ്ങനെയാ. ഓ, ഈയിടെയായിട്ട് നീ തന്തയ്ക്ക് പറഞ്ഞ എഴുന്നേക്കുള്ളൂ. എന്നതാടാ, നേർച്ച വല്ലതും ഉണ്ടോ? അതല്ല പെമ്പിളെ. പിന്നെ ഈ വീട്ടുപേരെന്തോ? ആ, എന്റെ പേരെന്താ? മരങ്ങോടൻ. ഇവിടെ നോക്ക്, രാവിലെ തന്നെ എന്റെ വായിന്ന് വല്ല പഞ്ചാര വാക്ക് കേൾക്കും. കേക്കും. എന്റെ പേര് ദേവസ്യ. മരങ്ങോട്ട് പറമ്പിൽ ദേവസ്യ. മരങ്ങോടൻ മരങ്ങോടൻ നാട്ടുകാർ മുഴുവൻ വിളിച്ചിട്ട് എന്റെ മക്കൾക്ക് കൂടി നാണക്കേടായി. അവര് എന്നെ മരങ്ങോടാന്ന് വിളിക്കുമെന്ന് ഇപ്പൊ എന്റെ സംശയം. മരിക്കുമ്പോഴെങ്കിലും എനിക്ക് ദേവസ്യായിട്ട് മരിക്കണം. ഇനി മരങ്ങോടാന്ന് വിളിക്കുന്നവരെ ഞാൻ തന്തയ്ക്ക് വിളിക്കില്ല, പിന്നെ ചൂലിനടിക്കും. എന്റെ പെമ്പിളെ എന്നെ ദേവസ്യാന്ന് വിളിക്കും. നീ ആ ചൂല് അങ്ങോട്ട് താഴെ ഇടറാ. മരങ്ങോ ഇടറാ ദേവസ്യ. അല്ല, നീ ഇന്നാളൊരു കല്യാണക്കാര്യം പറഞ്ഞില്ലേ? ഞാൻ പല കല്യാണക്കാര്യം പലയിടത്തും പലരോടും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതാണ് എന്റെ തൊഴില്. അതല്ലടാ, ആ കുട്ടിക്കാനത്തുള്ള വർക്കിച്ചന്റെ മോടെ കാര്യം. ആഹാ, ആ കാര്യം പറഞ്ഞ് പണ്ടവിടെ വന്നതിനല്ലേ നിങ്ങൾ എന്റെ തലയില് കാടിവെള്ളം ഒഴിച്ച് ചൂലും എടുത്ത് എന്റെ പിറകെ ഓടി വന്നത്? ഓർക്കണുണ്ടാ? അതൊക്കെ അന്നല്ലേടോ. ആ പെണ്ണിനെ കെട്ടിച്ചു വിട്ടോ? അതങ്ങനെ പെട്ടെന്ന് ചെലവാകുന്ന കേസല്ലല്ലോ. അതൊന്നും നമുക്ക് ആലോചിക്കാം. എന്റെ ചെറുക്കനാടോ. എന്നാലേ നിങ്ങൾ അറിവിന് വേണ്ടി ഞാൻ ഒന്നും കൂടി പറയാം. ഇനി കാടിവെള്ളം എടുത്തുകൊണ്ട് എന്റെ പിറകെ ഓടരുത്. പെണ്ണ് കാണാൻ മിടിക്ക. അവക്കെന്തോ നടപടി ദോഷം ഉണ്ടെന്നൊക്കെ പറയണ കേട്ടു. വല്ല കുഴപ്പമുള്ള കേസാണോടാ? എന്ത്? ഇതൊക്കെ ഈ കാലത്ത് സർവ്വസാധാരണല്ലേ? പിന്നെ ഈ മലമൂട്ടിലായതുകൊണ്ട് അതൊരു വലിയ കേസായി മാത്രം. നല്ല അടക്കും ഒതുക്കും ദൈവഭയമുള്ള പെണ്ണാണ് അവൾ. ഈ കോട്ടയത്ത് പ്രീസിറ്റിക്ക് എന്നടാ? പ്രീസിറ്റിക്ക് ഓ, പ്രീസിറ്റി പഠിക്കുന്ന കാലത്ത് ഒരുത്തനായിട്ട് ഒരു തമാശക്ക് ഒരു പ്രേമം കളിച്ചു. സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിച്ചു എന്നൊക്കെയാ നാട്ടുകാർ പറഞ്ഞു. അവരുടെ നിലയ്ക്കൊത്ത പല ആലോചനകളും വന്നപ്പോ ഈ പുലിവാൽ എറിഞ്ഞ് ഒടുക്കായി. അതുകൊണ്ടാ ഇച്ചിരി കീഴോട്ടിറങ്ങി ആലോചിക്കാന്ന് വെച്ചത്. എന്നാലും വേണ്ടില്ല, നീ അതങ്ങ് ആലോചിച്ചോന്നേ. പത്രോസൂട്ടി അറിയണ്ട. അയ്യോ എന്റെ പൊന്നു പെങ്ങളെ, അവസാനം അവൻ എന്നെ തല്ലണം. ഇല്ലെന്നേ മരം. ഓ, എന്നെങ്കിലും അവൻ അറിയുന്നേ. അറിയുമ്പോ അറിഞ്ഞോട്ടെ. അപ്പൊ ശ്രീധനക്കാരി ഉറപ്പാണല്ലോ? ഉറപ്പാണ്. 15,000 രൂപയും അതിനൊത്ത ആഭരണം ഒരു വാനും. എന്നാ നീ ഒരു കാര്യം ചെയ്യും, നീ ഒന്ന് പോയി അന്വേഷിച്ചേച്ചും വാ. എന്നാ വഴി ചെലവിന് ഇതിരിക്കട്ടെ. എന്നാടാ നമ്മൾ തമ്മിൽ ഇത് വല്ലതും വേണോ? എന്നെങ്ങനെയാണ് ചാട്ടത്തി വിചാരിച്ചിരിക്കുന്നത്? വേണ്ടെങ്കി വേണ്ട. 70 രൂപ കൂടുതലാ. ഒരു വഴിക്ക് പോകല്ലേ? എന്നാലും ബാക്കി പിന്നെ